വിജയ്ക്കൊന്ന് ഇരുത്തം വരാനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിജയ് ഇരുത്തുകയല്ല ചെയ്തത്, വിജയെ ഇപ്പോൾ വെയിലത്ത് നിർത്തുകയാണ് ചെയ്തത് ഈ സംഭവത്തോട് കൂടി എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. പക്ഷേ വിജയ് ഇപ്പോൾ ഒരു പ്രതിരോധത്തിലാണ്. കാരണം അമിത്ഷായെ ഒന്നുകൂടെ പേടിയോടുകൂടി കാണും. അവർ സ്വന്തമായി പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. DMK AIADMK ഇതിനിടയ്ക്ക് ഒരു സ്പേസ് കണ്ടെത്താനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. BJP ഇവർക്ക് ത്രെട്ടായിട്ട് വരുമോ, മൂന്നാമത്തെ സ്ഥാനത്ത് വരുമോ എന്നുള്ള പേടി നിൽക്കുന്നുമുണ്ട്. അവർ വിജയുമായി അസോസിയേറ്റ് ചെയ്താൽ അതിൽ അത്ഭുതപ്പെടാനില്ല. പല മഹാരഥന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പിന്നിൽ വളരെ കൃത്യമായ ബുദ്ധി കേന്ദ്രങ്ങളുണ്ട്. ആരുടെയും മുമ്പിൽ വാതിലുകൾ കൊട്ടിയടയ്ക്കാതിരിക്കുക, ആരുടെയും വാതിലുകൾ തൻ്റെ മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു കളിയാണ് കളിക്കുന്നത്. നമസ്കാരം സർ. നമസ്കാരം. തമിഴ് രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ TVK ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയായി വളർന്നു വരികയായിരുന്നു, അല്ലെങ്കിൽ ഒരു മുന്നണിയായി, അല്ലെങ്കിൽ ഒരു പാർട്ടി സംവിധാനമൊക്കെ ആയിട്ട് വളർന്നു വരികയായിരുന്നു. പെട്ടെന്നാണ് കയ്യൂർ ദുരന്തം ഉണ്ടായത്. അത് വിജയിയെ ഒന്ന് ഇരുത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് എല്ലാവരും വിചാരിക്കുന്നത്. ഇനി TVKയുടെ രാഷ്ട്രീയ ഭാവി എന്താവും? ഒട്ടുമിക്ക ആളുകളും പറയുന്നത് TVKയെ പിടിച്ചു വലിക്കാനായിട്ട് BJP ശ്രമിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെയായിരിക്കും BJPയിലേക്ക് TVKയുടെ ഒരു സാധ്യത, അല്ലെങ്കിൽ TVKയുടെ രാഷ്ട്രീയ ഭാവി ഇനി എന്തായിരിക്കും? ഗ്രീഷ്മ പറഞ്ഞ വാക്കിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ വിജയ് ഒന്ന് ഇരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. വിജയ്ക്കൊന്ന് ഇരുത്തം വരാനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിജയ് ഇരുത്തുകയല്ല ചെയ്തത്, വിജയെ ഇപ്പോൾ വെയിലത്ത് നിർത്തുകയാണ് ചെയ്തത് ഈ സംഭവത്തോട് കൂടി എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. തമിഴ്നാട് പൊളിറ്റിക്സിനകത്ത് പണ്ട് തൊട്ടേ അറിയാമല്ലോ, തമിഴ്നാട്ടിലെ ആന്ധ്രയുടെയും രാഷ്ട്രീയത്തിനകത്ത് ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള ആളുകളോടുള്ള ആരാധന മൂത്തിട്ട്, ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞതുപോലെ സ്വന്തം മക്കൾക്ക്, കുഞ്ഞുങ്ങൾക്ക് 1/2 ഗ്ലാസ് പാല് മേടിച്ച് കൊടുക്കാൻ പൈസ ഇല്ലാത്തവൻ അവൻ കടം മേടിച്ച് 2 ലിറ്റർ പാല് കൊണ്ടുവന്നിട്ട് കട്ടോളിൻ്റെ മേളിൽ ഒഴിക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയ സംസ്കാരമുള്ള നാടാണ് താരാരാധന മൂത്തിട്ട്. ഇപ്പോൾ ഖുഷ്ബുവിൻ്റെ പേരിൽ ഒരു കാലത്ത് അമ്പലം ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ. ഖുഷ്ബു ബേസിക്കലി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അവരുടെ പേരിൽ അമ്പലം സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് ആരാധന മൂത്ത്. സിൽക്ക് സ്മിത തമിഴ്നാട്ടിലെ ആരാധകരുടെ ഇടയിലൊരു ആപ്പിൾ കടിച്ചിട്ടപ്പോൾ അതിൻ്റെ പുറകെ എല്ലാവരും കൂടെ ഓടിയതാണ് സിൽക്ക് സ്മിത കടിച്ച ആപ്പിളിൻ്റെ ബാക്കി ഒന്ന് കടിക്കാൻ കിട്ടാൻ. ഇതാണ് അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലെ ആന്ധ്രയിൽ എടുക്കുമ്പോൾ ഈ ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെടുത്തി രാഷ്ട്രീയത്തെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിനകത്ത് ഏറ്റവും അതിവൈദഗ്ധ്യം കാണിച്ചു തുടങ്ങിയത് NT രാമറാവു ആണ്. ഇപ്പോഴത്തെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റെ ഭാര്യയുടെ അപ്പൻ NT രാമറാവുവാണ് കൊണ്ടുവരുന്നത്. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലും ആന്ധ്രയിലുമുള്ള തെലുങ്ക് തമിഴ് സിനിമകൾക്കകത്ത് അതിമാനുഷികമായ കഥാപാത്രങ്ങളെയും ഈ സൂപ്പർമാൻ സ്റ്റൈലിലുള്ള കഥാപാത്രങ്ങളെയും അവർ അമാനുഷികത ഉള്ളവരാണ് എന്ന് വിശ്വസിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് ആരാധകരെത്തിപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഫസ്റ്റ് ബെനിഫിഷ്യറി NT രാമറാവു ആയിരുന്നു ഞാൻ പറഞ്ഞു. പക്ഷേ NT രാമറാവുവിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയാവാൻ ശ്രമിച്ചു. പക്ഷേ നേരെ മരുമകൾ തന്നെ വെച്ച് അത് നേരെ ചന്ദ്രബാബു നായിഡുവും കൊണ്ടുപോയി. അതേപോലെ തന്നെ എതിർപക്ഷത്തുണ്ടായിരുന്നത് YS രാജശേഖർ റെഡ്ഡി ആയിരുന്നു, കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തനായിട്ടുള്ള നേതാവായിരുന്നത്. രാജശേഖർ റെഡ്ഡി മരിച്ചു കഴിഞ്ഞപ്പോൾ ജഗൻമോഹൻ റെഡ്ഡി അപ്പൻ്റെ വിലാപയാത്രയിൽ തന്നെ ക്യാമ്പയിൻ തുടങ്ങി. എല്ലാവരും കൈകൂപ്പി വീശി ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് ഈ റോസയെ കൊണ്ടുവന്നാണ് മുഖ്യമന്ത്രിയാക്കിയത്. അങ്ങനെ അങ്ങ് വളർന്നു പോകണ്ട എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ചും രാഹുലിനേക്കാൾ പ്രായം കുറഞ്ഞ ഒരാൾ കോൺഗ്രസിനകത്ത് അങ്ങനെ വലിയൊരു സംഭവമായിട്ട് മാറണ്ട എന്നുള്ളതുകൊണ്ട് സോണിയാഗാന്ധി റോസയെ കൊണ്ടുവന്നിട്ടു. കോൺഗ്രസിൻ്റെ അഡ്രസ് ഇല്ലാതായി കഴിഞ്ഞു അവിടെ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നുള്ള ഒരു വസ്തുതയായിട്ടുള്ള നിൽക്കുന്നു. ആന്ധ്ര രാഷ്ട്രീയത്തിൽ തന്നെ പിന്നീട് രാഷ്ട്രീയത്തിൽ പയറ്റാൻ നോക്കി ചലച്ചിത്ര മേഖലയിൽ നിന്ന് ചിരഞ്ജീവി എന്നുള്ള വാക്കിന് മരണമില്ലാത്തവൻ എന്നാണ് മലയാളത്തിൽ നമ്മൾ പറയുന്നത്. ചിരഞ്ജീവി അങ്ങനെ ശ്രമം നടത്തി പരാജയപ്പെട്ടു. പക്ഷേ ഇത്തവണ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ പവൻ കല്യാണിൻ്റെ പാർട്ടി അത്യാവശ്യം നല്ല ശക്തിയായിട്ട് വരികയും ചെയ്തു. പവൻ കല്യാൺ അത് പൊളിറ്റിക്സിൻ്റെ സെൻസുണ്ട്. ആ സെൻസ് ഇല്ലാതെ ഈ താരമൂല്യം അങ്ങ് വിറ്റ് രാഷ്ട്രീയമാക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ എല്ലായിടത്തും ക്ലച്ച് പിടിച്ചോണമെന്നില്ല. എന്നാൽ ക്ലച്ച് പിടിക്കുന്നുണ്ട്. MGR ആണ് ഈ ചലച്ചിത്ര മേഖലയിൽ നിന്ന്. അദ്ദേഹം സ്ക്രിപ്റ്റ് റൈറ്ററായിരുന്നു. അദ്ദേഹം നന്നായിട്ട് സ്ക്രീൻ പ്ലേ എഴുതുമായിരുന്നു, നല്ലത് തിരക്കഥാകൃത്തായിരുന്നു, ഒക്കെ ആയിരുന്നു. അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭിനേതാവായിരുന്നില്ല, പക്ഷേ നല്ല ടാലൻ്റ് ഉള്ള ഒരാളായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പം ഒന്ന് ദ്രവിഡിയൻ പൊളിറ്റിക്സിൻ്റെ കേന്ദ്രമാണ്. അദ്ദേഹം ഇറങ്ങിക്കഴിയുമ്പോൾ അദ്ദേഹം നല്ല ഹോംവർക്ക് നടത്തിയിട്ടാണ്. നല്ല സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്ക് രാഷ്ട്രീയത്തിനും സ്ക്രിപ്റ്റ് എഴുതി തന്നെയാണ് തുടങ്ങിയത് സംഭവം. പക്ഷേ ഇവിടെ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിനനുസരിച്ച് അദ്ദേഹം തന്നെ അഭിനയിക്കേണ്ടി വരുന്ന ഒരവസ്ഥയും കൂടെ ഉണ്ടായി. രണ്ടും നന്നായിട്ട് മാനേജ് ചെയ്തു. ഡയറക്ടർ റോളും പുള്ളി തന്നെയാണ്. ബാലേന്ദ്രമേനോൻ്റെ സിനിമ പോലെ, അല്ലെങ്കിൽ സന്തോഷ് പണ്ഡിറ്റിൻ്റെ സിനിമ പോലെ സംഗീത സംവിധാനം തൊട്ട് എല്ലാ പരിപാടികളും പുള്ളി തന്നെ A to Z ചെയ്യേണ്ടി വരുന്നൊരവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഇയാൾ MGR ക്ലച്ച് പിടിച്ചു. MGRൻ്റെ മരണത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ബിജു പട്നായിക്കിൻ്റെ ഒറീസയിലെ ബിജു പട്നായിക്കിൻ്റെ സംസ്കാരം പോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത മറ്റൊരു സംസ്കാര ചടങ്ങും വിലാപയാത്രയുമായിരുന്നു അന്ന് മറീന ബീച്ച് സാക്ഷ്യം വഹിച്ചത്. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ അവസാനം പട്ടാളത്തെ ഇറക്കേണ്ടി വന്നു. MGRൻ്റെ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് MGRൻ്റെ പിൻഗാമിയായിട്ട് MGRൻ്റെ ഭാര്യ നിലനിൽക്കെ MGRൻ്റെ ഭാര്യയ്ക്കാൾ MGRന് പ്രിയപ്പെട്ട ജയലളിത അതിൻ്റെ പിൻഗാമിയായിട്ട് മറ്റവരെ അട്ടിമറിച്ചു വരുന്നു. പിന്നീട് ജയലളിതയും കരുണാനിധിയും തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റിനാണ് തമിഴ്നാട് രാഷ്ട്രീയം എല്ലാ കാലത്തും നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ജയലളിത അവിവാഹിതയായി തുടരുന്നു. ജയലളിത
ഇപ്പം മമതാ ബാനർജി അല്ലെങ്കിൽ അവിവാഹിതരായിട്ട് തൊട്ടൊന്നും മോശപ്പെട്ട കാര്യമാണെന്നുള്ള അഭിപ്രായം, ആണായാലും പെണ്ണായാലും ഒക്കെ അങ്ങനെ ജീവിക്കുന്നവരുണ്ടാവും, മോശപ്പെട്ട കാര്യമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ എന്നാൽ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് അവിവാഹിതരായ പ്രത്യേകിച്ചും സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അവരുടെ ഒരു കാർക്കശ്യ സ്വഭാവവും ഒരുതരം കടുംപിടുത്തവും ഒരുതരം വൈരാഗ്യ ബുദ്ധിയും വളരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നിരീക്ഷിച്ചിട്ടുണ്ട്. ഉമാഭാരതി ആവട്ടെ BJPയുടെ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന, അതേപോലെ തന്നെ മായാവതി ആവട്ടെ ഉത്തർപ്രദേശിലെ മറ്റേ ഇതിൻ്റെ BSPയുടെ മുഖ്യമന്ത്രിയായിരുന്ന, മമതാ ബാനർജി ആവട്ടെ TMCയുടെ, പിന്നെ അതേപോലെ ജയലളിത ആവട്ടെ, ഒരുതരം എന്തോ ഒരു കലിപ്പ്, അകാരണമായ ഒരു കലിപ്പ് പൊതുവെ വെച്ച് പുലർത്തുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഫ്രസ്ട്രേഷൻ്റെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എന്താണെന്നുള്ളത്. അതൊരു സൈക്കോസിസിൻ്റെ പ്രത്യേക അവസ്ഥാന്തരങ്ങളിലൂടെ അവർ കടന്നു പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇവർ തമ്മിൽ പേഴ്സണൽ റൈവറിയാണ് പൊളിറ്റിക്സിനകത്ത് ഉണ്ടായിരുന്നത്, കരുണാനിധി വേഴ്സസ് ജയലളിത എന്നുള്ള രീതിയിൽ. അപ്പോൾ ജയലളിത AIADMK ഒരു വശത്ത്, DMK അപ്പുറത്തൊരു വശത്തായിട്ട് നിൽക്കുന്നു കാലങ്ങളായിട്ട്. ജയലളിതയെ ഒരു സമയത്ത് കരുണാനിധിക്ക് അധികാരം കിട്ടുമ്പോൾ ജയലളിത നിയമസഭയിൽ തീരെ അംഗങ്ങളില്ലാത്ത സാഹചര്യത്തിൽ ജയലളിതയെ അവിടെ നിന്ന് സാരി വരെ കീറുകയും ഭസ്മാക്ഷേപം നടത്തുകയൊക്കെ ചെയ്യുന്നു. ഇനി ഞാൻ മുഖ്യമന്ത്രിയായിട്ട് നിയമസഭയിൽ വരുള്ളൂ എന്ന് പറഞ്ഞു, ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് വയസ്സുകാലത്ത് കരുണാനിധിയെ പോലീസ് തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നു, അയാളിരുന്ന് കരയുന്നു, പട്ടി മൂങ്ങുന്ന പോലെ മൂങ്ങുന്നൊക്കെ നമ്മൾ കണ്ടു. ജയലളിതയ്ക്ക് സ്വന്തമായ പിന്നെ കുടുംബജീവിതം ഇല്ലാതിരുന്നെങ്കിലും ജയലളിതയെ സൂപ്പർ CM എന്ന് പറഞ്ഞിട്ട് ജയലളിതയുടെ പിന്നിൽ നിന്നിരുന്നത് ശശികലയാണ്. ശശികലയുടെ മകനെയാണ് ഇവർ വളർത്തു മകനായിട്ട് സുധാകരനെ കൊണ്ടു നടക്കുകയൊക്കെ ചെയ്തു. ജയലളിതയുടെ മരണത്തിൽ പോലും ഒരുപാട് ദുരൂഹതകൾ ആരോപിക്കപ്പെടുന്നുണ്ട്. ജയലളിത കുറച്ചു കാലം ജയിലിൽ കിടന്നു, അഗ്രഹാര ജയിലിൽ. അതിന് ശേഷം ജയലളിത മരണപ്പെട്ടതിന് ശേഷം ശശികല അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തി, അതിലൊരു വിപ്ലവം ഉണ്ടായി. ജയലളിത അതിനു മുമ്പ് ജയിലിൽ പോയ സമയത്ത് മുഖ്യമന്ത്രിയുടെ ചുമതല ഏൽപ്പിച്ചത് തൻ്റെ വിശ്വസ്തനായിട്ടുള്ള പനീർശെൽവത്തെയാണ്, OPSനെ. പക്ഷേ ജയലളിതയുടെ മരണശേഷം പനീർശെൽവം വരുന്നു. പക്ഷേ പനീർശെൽവത്തെ അട്ടിമറിച്ച് ശശികലയുടെ പിന്തുണയോടെ EPS വരുന്നു, എടപ്പാളി പളനിശെൽവം. മലയാളത്തിലൊക്കെ കയ്യിലിരിപ്പ് വെച്ചിട്ട് എരപ്പാളി എന്നാണ് വിളിക്കേണ്ടത്, എടപ്പാളി നല്ല വിളിക്കേണ്ടത്. അപ്പോൾ എന്തായിരുന്നാലും ഈ EPSും OPSും തമ്മിലുള്ള ഫൈറ്റ് വരുന്നു. അങ്ങനെ AIADMK ശിഥിലമാകുന്നു. AIADMK ശിഥിലമാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിരഞ്ജീവി ആന്ധ്രയിൽ ക്ലച്ച് പിടിച്ചില്ല, എന്നാൽ പവൻ കല്യാൺ ക്ലച്ച് പിടിച്ചു എന്ന് പറഞ്ഞതുപോലെ വിജയകാന്ത് രാഷ്ട്രീയത്തിലിറങ്ങുന്നു, കമലഹാസൻ രാഷ്ട്രീയത്തിലിറങ്ങുന്നു. രണ്ടുപേർക്കും എവിടെ എത്താൻ പറ്റിയില്ല. വിജയകാന്തിൻ്റെ മരണപ്പെട്ടു പോയി. കമലഹാസൻ അവസാനം കയ്യും കാലും പിടിച്ച് സ്റ്റാലിൻ്റെ ഭാഗമായിട്ട് കൂടിയിട്ട് ഇപ്പോൾ രാജ്യസഭാ മെമ്പറായിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളത് കമലഹാസന് ഇനി ഒരു അംഗത്തിന് ബാല്യമില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടപ്പോൾ MP സ്ഥാനമെങ്കിൽ MP സ്ഥാനം എന്നുള്ളതെത്തി. മുഖ്യമന്ത്രി സ്ഥാനമൊന്നും സ്വപ്നം കാണാൻ പോലും തനിക്ക് അർഹതയില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടു. അതേസമയം അതിനേക്കാൾ വലിയൊരു ഇളക്കം സൃഷ്ടിക്കാൻ വിജയിന് പറ്റി. വിജയിൻ്റെ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഖുഷി പോലെയുള്ള സിനിമകളിലൂടെയാണ് വിജയ് ശ്രദ്ധിക്കപ്പെടുന്നത്. വിജയിൻ്റെ ഒരു വരുന്ന കൗമാരപ്രായത്തിലേ വന്നു. വിജയുടെ അച്ഛനാണ് വിജയുടെ സിനിമയുടെയും രാഷ്ട്രീയത്തിലെയും വളർച്ചയുടെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധികേന്ദ്രം എന്ന് പറയുന്നത്. ഇപ്പം എങ്ങനെയായിരുന്നോ യോഗേന്ദ്ര യാദവ് ആം ആദ്മി പാർട്ടിയുടെ കെജ്രിവാളിൻ്റെ പിന്നിൽ നിന്നത്, അതേപോലെ തന്നെ ഒരു നരലായിട്ട് ബാക്ക് ബോണായിട്ട് ഇയാൾ നിന്നിട്ടാണ് കൊണ്ടുവരുന്നത് വിജയെ. എന്തായിരുന്നാലും അങ്ങനെ വിജയെ കൊണ്ടുവരുന്നു. വിജയ് എനിക്ക് ബേസിക്കലി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിപ്പെട്ട ആളാണോ, ജോസഫ്. അപ്പോൾ അങ്ങനെ വിജയ് വരുന്നു. വിജയ് അപ്പം അച്ഛൻ്റെ സ്ക്രിപ്റ്റിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ ഞാനങ്ങ് വലിയ ആളായെന്ന് തോന്നിയപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പക്ഷേ വിജയ് ഇപ്പോൾ ഒരു പ്രതിരോധത്തിലാണ്. വിജയ് ശ്രദ്ധിച്ചത്, വിജയ് മാതൃകയാക്കിയത് ആം ആദ്മി പാർട്ടി, അരവിന്ദ് കെജ്രിവാൾ എന്താണോ ദില്ലിയിൽ ചെയ്തത്, അല്ലെങ്കിൽ മമതാ ബാനർജി എന്താണോ ബംഗാളിൽ ചെയ്തത്, ഒരേ സമയം എല്ലാവരെയും എതിർത്തുകൊണ്ട് ഒരു ആൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് എന്നുള്ള ഓപ്ഷൻ മുമ്പോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിജയ് BJP അറ്റാക്ക് ചെയ്യുന്നു, കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുന്നു, DMK അറ്റാക്ക് ചെയ്യുന്നു, AIADMK അറ്റാക്ക് ചെയ്യുന്നു, ഒക്കെ ചെയ്യുകയും ഇതിനേക്കാളൊക്കെ മെച്ചപ്പെട്ടത് ഞാൻ വെക്കുന്ന പൊളിറ്റിക്സ് ആണെന്ന് പറയുകയും, എന്നാൽ ആ പൊളിറ്റിക്സിന് എന്തെങ്കിലും ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ലതാണ്. എന്താണ് നിങ്ങളുടെ രാഷ്ട്രീയം എന്ന് വിളിച്ചിട്ട് സംവാദത്തിന് വിളിച്ചാൽ എന്ത് രാഷ്ട്രീയം പറയാനുള്ളൊന്നുമില്ല, അത് പറയാനില്ല. അതായത് അങ്ങനെ ഒരു മാനിഫെസ്റ്റോ മുന്നോട്ട് വെച്ചിട്ടില്ല. മാനിഫെസ്റ്റോ ഇല്ല. വിജയുടെ താരമൂല്യം ഇങ്ങനെ വിൽക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് വിജയ്. രാഹുൽ ഗാന്ധി വിളിച്ചപ്പോൾ വിജയ് കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ അമിത്ഷാ വിളിച്ചിട്ട് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. അല്ല, ഇപ്പോഴത്തെ ഘട്ടത്തിൽ പിന്നെ വല്ലാത്ത പ്രതിരോധത്തിലായെന്നുള്ളതാണ് അവസ്ഥ. കാരണം അമിത്ഷായെ ഒന്നുകൂടെ പേടിയോടുകൂടി കാണും. അവർ സ്വന്തമായി പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. അതിൻ്റെ ഒരുപാട് വലിയ ഉദാഹരണങ്ങൾ മുമ്പിലുണ്ട്. ഇപ്പം നവീൻ പട്നായിക്ക് ഒറീസയിൽ ഒട്ടകത്തിനിടം കൊടുത്ത പോലെ ഇവരെ മുന്നണിയിൽ ചെറുതായിട്ടൊന്ന് BJPക്ക് ഒരു ചെറിയ സ്പേസ് കൊടുത്ത് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് നവീൻ പട്നായിക്ക് ഔട്ടായി. അവർ BJP അടവങ്ങ് പിടിച്ചു. നവീൻ പട്നായിക്ക് ഇപ്പോൾ മേപ്പോട്ട് നോക്കിയിരിക്കുക. അതേപോലെ തന്നെയാണ് ഇവിടെ ഉണ്ടായത്, ബീഹാറിലുണ്ടായത്. നിതീഷ് കുമാറിൻ്റെ കെയർ ഓഫിലാണ് ഇവർ വരുന്നത്. വന്ന് BJP സ്പേസ് ഉണ്ടാക്കുന്നു, ലാലു പ്രസാദ് യാദവിന് പിന്നെ എതിരായിട്ടുള്ള വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുന്നു. ആ മുന്നേറ്റത്തിനകത്ത് അവസാനം ഇപ്പം നിയമസഭാ കക്ഷിയിൽ ഇവരുടെ ഔദാര്യത്തിലാണ് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായിട്ട് നിൽക്കുന്നത്. ഇപ്പുറത്തെ മഹാരാഷ്ട്രയിൽ
ശരത് പവാറിൻ്റെ സ്വന്തം അനന്തരവൻ അജിത് പവാർ ആ പാർട്ടി NCP പിളർത്തിയ ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങോട്ട് വരുന്നു. ശിവസേനയിൽ നിന്ന് നമ്മുടെ ഉദ്ധവ് താക്കറെയുടെ പാർട്ടി പിളർത്തിയിട്ട് ഏകനാഥ് ഷിൻഡെയുടെ ആ ഗ്രൂപ്പ് ഇങ്ങോട്ട് വരുന്നു. ഷിൻഡെ മുഖ്യമന്ത്രിയാവുന്നൊക്കെ വരുന്നു. ദേവേന്ദ്ര ഫഡ്നാവിസിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് പിൻവലിച്ച് ഇവർക്ക് സ്പേസ് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് ഭൂരിപക്ഷം കിട്ടുമ്പോൾ ഫഡ്നാവിസ് മുഖ്യമന്ത്രിയാവുന്ന മറ്റൊരുവരുടെ ബി ടീമായിട്ട് മാറുന്നു. അപ്പോൾ ഈ അനുഭവങ്ങളെല്ലാം മുമ്പിൽ നിൽക്കുമ്പോൾ BJP ഒന്നുകൂടി ഭയപ്പാടോട് കൂടിയിട്ട് ഇവർ കാണുന്നൊരു സ്ഥിതി ഉണ്ടാവും. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുമായിട്ട് അലയൻസിലേക്ക് പോകാമെന്ന് വേണമെങ്കിൽ തീരുമാനിക്കും. കാരണം കോൺഗ്രസ് അവിടെ വലിയ നിർണായക ശക്തിയല്ല. 2, DMKയ്ക്കകത്തെ മുന്നണി ഘടക കക്ഷിയാണ് കോൺഗ്രസ്. CPM DMKയുടെ മുന്നണി ഘടക കക്ഷിയാണ്. CPI DMKയുടെ മുന്നണി ഘടക കക്ഷിയാണ്. ലീഗ് DMKയുടെ മുന്നണി ഘടക കക്ഷിയാണ്. ഇവിടെ തമ്മിൽ തല്ലിയ നിയമസഭയിൽ തെറി വിളിക്കുകയും ചെയ്യുമ്പോഴും അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുമിച്ചാണ് ചായ കുടിക്കുന്നതും. ഡൽഹിയിൽ ചായ കുടിക്കുന്ന പോലെ ഒരുമിച്ച് ചായ കുടിക്കുന്നു, ഒരുമിച്ച് മുന്നണി യോഗം കൂടുന്നു, ഒരുമിച്ച് പ്രചാരണം നടത്തുന്നു, ഒരുമിച്ച് റാലി നടത്തുന്നു ഒക്കെ ചെയ്യുന്നു. കാരണം അവർക്ക് സ്വന്തമായ ഒരു ശക്തിയില്ല. DMK ADMK ഇതിനിടയ്ക്ക് ഒരു സ്പേസ് കണ്ടെത്താനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. വിജയ് നടത്തുമ്പം ADMKയുടെ മുന്നണിയിൽ അസംതൃപ്തരായ ആളുകളെയും DMKയുടെ മുന്നണിക്കകത്ത് കാരണം സ്റ്റാലിൻ പറഞ്ഞു കേൾക്കേണ്ട അവസ്ഥയാണ്. രാഹുലിനോട് രാവിലെ പറയാം നീ നാളെ പല്ല് കേൾക്കാതെ ചായ കുടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ രാഹുലിന് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. MA ബേബിയോട് പറയുകയാണ് നാളെ രാവിലെ 10 മണിയാകുമ്പോൾ ചെന്നൈയിൽ എത്തിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ഫ്ലൈറ്റിന് കയറി വരണം. മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരോട് പറഞ്ഞാൽ പോകണം. കാരണം DMKയുടെ ഔദാര്യത്തിലാണ് അവർക്ക് അവിടെ MP കിട്ടുന്നത്. CPM 2 റൗണ്ടിൽ, പിന്നെ മുസ്ലിം ലീഗിന് 1 ഉണ്ട്. മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് അവിടെ നിന്നുള്ളതാണ്, ഖാദർ മൊയ്തീൻ, അവിടെ നിന്നുള്ള MP. ഇതൊക്കെ സ്റ്റാലിൻ്റെ ഔദാര്യമാണ്. അപ്പോൾ അതിനപ്പുറത്ത് മാന്യമായി അക്കോമഡേറ്റ് ചെയ്യാം, ഒന്നുകൂടി പരിഗണിക്കാമെന്ന് വരുമ്പം ഒരു ആൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്ന സമയത്ത് അവർ വിജയുമായി അസോസിയേറ്റ് ചെയ്താൽ അതിൽ അത്ഭുതപ്പെടാനില്ല. ഇപ്പുറത്ത് ഇവർ വീക്കാകുകയും ചെയ്യുകയാണ്. BJP ഇവർക്ക് ത്രെട്ടായിട്ട് വരുമോ, 3ാമത്തെ സ്ഥാനത്ത് വരുമോ എന്നുള്ള പേടി നിൽക്കുന്നുമുണ്ട്. അപ്പം നിൽക്കുമ്പം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള തന്ത്രം പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പുലർത്തിയിട്ടുള്ള തന്ത്രത്തിലേക്ക് വിജയിന് പോകേണ്ടി വരുന്ന ഗതികേടിലേക്ക് വിജയ് എത്തി. അത് ഇതുവരെ എല്ലാവരെയും കുറ്റം പറഞ്ഞുകൊണ്ടായിരുന്നത്. പക്ഷേ ഈ സംഭവത്തിന് ശേഷം വിജയ് പ്രതിരോധത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. അങ്ങനെ ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്സിന് സ്പേസ് ഉണ്ടെന്നുള്ളത് ഇപ്പം മമതാ ബാനർജി ചെയ്തിട്ടുള്ളതാണ്. BJP എതിർക്കുന്നു, UP എതിർക്കുന്നു. എന്നാൽ ഇടയ്ക്ക് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് യോഗത്തിന് പോയിട്ട് വില പേശുന്നു. അതായത് ഇന്ത്യ സഖ്യം അധികാരത്തിലേറിയ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആവണം, ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും അടുപ്പിക്കത്തില്ല. അത് ബാക്കിയുള്ളിടത്തൊക്കെ മുന്നണിയാവുക, ഇവിടെ മുന്നണി വേണ്ട. അപ്പോൾ അവരുടെ പാർട്ടിയിലാണ് ഇപ്പം അൻവറാണ് കേരളത്തിലെ നേതാവ്. അപ്പോൾ അതാണ് ആ പാർട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹവും ചെയ്യുന്നത് അത് തന്നെയാണ്. ആ ഒരു വഴിക്കുള്ള സ്പേസ് ഇങ്ങനെ ഇട്ടേക്കുക, എപ്പോഴും മുമ്പിൽ ഓപ്ഷൻസുകൾ ഇട്ടേക്കുക. ആരുടെയും മുമ്പിൽ വാതിലുകൾ കൊട്ടിയടയ്ക്കാതിരിക്കുക, ആരുടെയും വാതിലുകൾ തൻ്റെ മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു കളിയാണ് കളിക്കുന്നത്. പക്ഷേ വിജയ് ഇപ്പോൾ പോകുന്ന ഈ പോക്കിൽ DMK മുന്നണിക്കകത്ത് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ മത്സരിക്കാൻ വിജയ് ഒരു ഔദാര്യ മനസ്ഥിതിയോടുകൂടി കോൺഗ്രസിനും പിന്നെ CPM-നും CPI-ക്കും ലീഗിനും നൽകുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവരുടെ ബാർഗനിങ് കപ്പാസിറ്റി കൂടും. അപ്പോൾ അവർ കൂടുതൽ സീറ്റുകൾ ചോദിക്കുമ്പോൾ അത് DMK കൊടുക്കാൻ തയ്യാറാവാതിരിക്കുകയും ഇപ്പുറത്ത് വിജയ് കൊടുക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെത്തുകയും 5 വർഷം കൂടെ കഴിഞ്ഞപ്പോഴും വിജയിനധികം പ്രായമായിട്ടില്ല, മുഖ്യമന്ത്രിയാവുകയും ചെയ്യുക എന്നുള്ളതായിരിക്കും വിജയുടെ ടാർഗറ്റ്. അവിടെ ഒരു പക്ഷേ ഇവരെ കൂടെ കൂട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ EPS-ഉം OPS-ഉം കൂടെ തമ്മിൽ കളിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു S ഇപ്പുറത്തോട്ടെങ്കിൽ വരും ചിലപ്പം. അങ്ങനെ വന്നാൽ പിന്നെ വിജയ് വേഴ്സസ് സ്റ്റാലിൻ എന്നുള്ള ഒരു പോരാട്ടത്തിലേക്ക് പോകും. സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം കരുണാനിധിക്ക് ശേഷം സ്റ്റാലിൻ വരുന്നു. സ്റ്റാലിൻ ചെന്നൈ മേയറായിട്ടാണ് വരുന്നത്. സ്റ്റാലിന് ശേഷം പിന്നീട് വരുന്നത് ഉദയനിധി സ്റ്റാലിനെ കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നു. അപ്പോൾ ഒരു പാരമ്പര്യ വാഴ്ചയുടെ രീതിയാണ് അവിടെയും പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എന്തായിരുന്നാലും ഇപ്പം നമുക്ക് അതിൻ്റെ ഫൈനൽ ചിത്രം കിട്ടിയിട്ടില്ല. പക്ഷേ വിജയ് അവിടെ നിന്ന് ആ സംഭവം ഉണ്ടാകുമ്പോൾ അതിനകത്തുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് വിജയിന് മാറാൻ പറ്റത്തില്ല. കാരണം ആളുകളെ മണിക്കൂറുകളോളം നിർത്തുക, അപ്പോൾ ആൾക്കൂട്ടം മരിച്ചു വരിക, അപ്പോൾ ഒരു എന്നെക്കാളും ഇത്രയും ജനമുള്ളൊന്ന് തെളിയിക്കുക. അങ്ങനെ സ്വന്തം ബാർഗനിങ് കപ്പാസിറ്റിക്ക് വേണ്ടി മറ്റുള്ളവരെ വെറും പട്ടികളെപ്പോലെ കാണുന്ന ഒരാൾ, ഒരു രാജാവിനെ പോലെ കാണുന്ന ഒരാൾ. ഇപ്പോൾ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാക്കുണ്ട്, അതിന് പുള്ളിക്ക് വിവരമില്ലാണ്ടെന്ന് പറയാം. എനിക്ക് എല്ലാത്തിലും വലുത് എൻ്റെ പ്രജകളാണ്. എൻ്റെ പ്രജകളെന്ന് പറയുന്ന വാക്ക് ഫ്യൂഡൽ പദമാണ്, രാജഭരണകാലത്ത് ഉപയോഗിക്കുന്ന. അപ്പോൾ ഇവരെല്ലാം പ്രജകളും ഞാൻ തമ്പുരാനുമാണെന്നുള്ളതാണ് അതിനർത്ഥം. അവിടെ ബേഡൻ പറഞ്ഞ അൺപാർലമെൻ്ററി ആയിട്ടുള്ള അതേ വാക്കാണ്, നീ എനിക്കൊരു അല്ല എന്നുള്ള മറുപടിയാണ് കൊടുക്കേണ്ടത്. അപ്പം അത്തരം ചില മാനസികാവസ്ഥയും മാനസിക വൈകൃതവും ഒരു പക്ഷേ രാഷ്ട്രീയ പക്വതയില്ലായ്മയും വിജയിലുണ്ട്. എന്നാൽ തന്നെയും വിജയുടെ മൂവ്മെൻറ്റ് താൽക്കാലികമായൊരു തിരിച്ചടി അഭിമുഖീകരിച്ചാൽ തന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തിനകത്ത് ഇളക്കം സൃഷ്ടിക്കാൻ ബുദ്ധിപൂർവമായി നീങ്ങിയാൽ വിജയിന് കഴിയും. അരവിന്ദ് കെജ്രിവാൾ ദില്ലിയിൽ കാണിച്ച മാജിക്ക്, മമതാ ബാനർജി ഒരു സമയം BJP മന്ത്രിസഭയിൽ റെയിൽവേ മന്ത്രിയായിരുന്നു, അവരവിടെ കാണിച്ച മാജിക്ക്. എന്നാൽ അതേസമയം തന്നെ BJPക്ക് സ്പേസ് കൊടുക്കാതെ നിന്നുകൊണ്ടുള്ള കളി. സ്പേസ് കൊടുത്താൽ നവീൻ പട്നായിക്കിനൊക്കെ സംഭവിച്ച അതേ ദുരനുഭവം ഉണ്ടാവും. പല മഹാരഥന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പിന്നിൽ വളരെ കൃത്യമായ ബുദ്ധികേന്ദ്രങ്ങളുണ്ട്. അതിപ്പോൾ കേരളത്തിൽ പിണറായിയുടെ പിന്നിൽ എന്ന് പറഞ്ഞാൽ ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള ടീമുണ്ട്. അവരാണ് പിണറായി വെക്കുന്നത്. പക്ഷേ അത്
പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കാനുള്ള ശേഷി പിണറായിക്കുണ്ട്. സ്വന്തമായ സ്കില്ലുകൂടെ വേണം. അത് ആ കോമ്പിനേഷൻ കൃത്യമാകുമ്പോഴാണ് നല്ല നേതാക്കന്മാരുണ്ടായി വരുന്നത്. അങ്ങനെ നമുക്ക് ഇപ്പോൾ ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്.